Hello guys, welcome to back to my YouTube channel. This is me and you're watching Nagna Vlogs. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. സ്കൂളുണ്ട്. അപ്പോൾ മദ്രസൊക്കെ കഴിഞ്ഞ് മദ്രസയിൽ പരീക്ഷ ഉണ്ട്, സ്കൂളിലും പരീക്ഷ ഉണ്ട് കേട്ടോ, മിഡ് ടേം. അപ്പോൾ അതിനൊക്കെയുള്ള പേപ്പർ എന്താ വെച്ചാൽ പഠിച്ചിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മൊത്തം പഠിക്കൽ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് തലയിലൊക്കെ ഫുള്ള് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഈ സാധനം ഇട്ടിട്ടാണ് കുളിക്കുന്നത്. ഇനി ഗൈസ് കുളിച്ചിട്ട് കാണാം. കുളിച്ച് ഫ്രഷായി വന്നു. അപ്പം ഇനി നമുക്ക് പോയി ചെയ്യണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ യൂണിഫോം ആട്ടെന്ന് നാളെ നമുക്ക് കളർ ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് കയറി നിന്നിട്ടാണ് വീഡിയോ എടുക്കണം. അത് വെച്ച ഡ്രസ്സ് കാണാൻ. അപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഇനി നമുക്ക് തൊണ്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ബാഗൊക്കെ ഞാൻ വെച്ചു, കണ്ടു. ബാഗ് വെച്ചു, കോട്ട് വെച്ചു. മിക്സിൻ്റെ കൊണ്ടിടാൻ മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. എൻ്റെ വീട്ടിൽ നിന്ന് പുട്ട് ആണ് കേട്ടോ. നല്ല ചൂടാണ്, നല്ല ചൂടുണ്ടാവും. പിന്നെ അതേക്ക് കറിയാണിട്ട്. പിന്നെ അതാ ഇത് എന്ത് കറി ചോദിച്ചു കഴിഞ്ഞാൽ പയറാട്ടോ, പയർ. പോയി പ്ലേറ്റ് എടുക്കാം. ഇതാണ് ഗായ്സ് എൻ്റെ പ്ലേറ്റിന് വെക്കുന്ന സ്ഥലം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പുട്ടിൻ്റെ തേങ്ങ തിന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങ കളഞ്ഞിട്ട് പുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മൾ തേങ്ങ കളഞ്ഞിട്ടുണ്ട്, അത് എടുത്ത് വെക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. പുട്ട് കറി ഒഴിക്കണം. പുട്ട് കാണാണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അതാ നമ്മുടെ പയർ കറി. ഇതിൽ കാണുമ്പോൾ വേറൊരു കളർ പോലെ ഉണ്ട് കേട്ടോ, ഓറഞ്ച് കളറ്. ശരിക്കൊരു ബ്രൗണിഷ് കളറാണ്. ഞാൻ അതിൻ്റെ കറി മാത്രം കൂട്ടുള്ളൂ. കുറച്ചൊക്കെ പയർ തിന്നും, പക്ഷെ അത്രയ്ക്ക് തിന്നില്ല. പിന്നെ ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഒക്കെ ഞങ്ങളുടെ സിങ്കിക്ക് വേണമായിരുന്നു. അപ്പോൾ വേഗം പോവാം. നല്ല വെയിറ്റുള്ള കസാര കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ പുട്ടും പയറുകറിയും അല്ലേ, അല്ല പയറുകറിയാണ്. മുടിയൊക്കെ ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് തുറക്കുന്നത് നന്നയിച്ചുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പുട്ടും പയറുകറിയും കഴിക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞു. നല്ല ഉറക്കം വരേണ്ട കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് തലയത്ത് കെട്ടയച്ചേക്കണം, അല്ലെങ്കിൽ ഇനി മുടി ഉണങ്ങില്ല. എന്തായാലും മുടി ഉണങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 8:34 അപ്പോൾ എന്തായാലും മുടി ഉണങ്ങാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ മാമിയുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കണ്ണാടിയുടെ മുന്നിലാണ്. അപ്പോൾ കണ്ണ് എഴുതുമ്പോഴൊന്നും ഞാൻ ഇതിലേക്ക് നോക്കാൻ പറ്റില്ല, നോക്കാറും ഇല്ല. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ കണ്ണാടി മുന്നിൽ നിന്നിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുടിയിട്ട് മുടി ഒന്ന് അയച്ചിട്ട് ഷാമ്പൊക്കെ തേച്ച് നന്നായി കുടിച്ചതാട്ടോ. എനിക്ക് എണ്ണ അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ടാണ്. പിന്നെ എണ്ണ ഇഷ്ടമുള്ളവർ ചിലരൊക്കെ ഉണ്ടാവും, ഇല്ലാന്നും പറയാം. ഇഷ്ടമുള്ളവർ കമൻസ് എല്ലാവരും കമൻറ്റ് ചെയ്യാം. പിന്നെ മുടി അങ്ങോട്ടിടാം. അപ്പോൾ ഇങ്ങനെയിട്ടാണ് ഒച്ച വെറുതെ ഞാനൊന്നും ഇടണ്ട കേട്ടോ. തലയിൽ തന്നെ കഴുത്തേക്കൊന്നും വേണ്ടിയിരിക്കണം ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വെച്ചാൽ കുളിച്ചതല്ല ഇനി ആവില്ല എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ നമുക്ക് ഇനി നന്നൊക്കെ കെട്ടി വെക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെറുതെ ആണ് കേട്ടോ ഗൈസ്, മനസ്സിലായിട്ടൊക്കെ വെച്ചിട്ട്. കൊള്ളാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഒന്ന് തലക്കൊണ്ടുണ്ട് അങ്ങനെ മസാജ് ചെയ്യാം. കൊച്ചൊക്കെ മസാജ് ചെയ്തതിന് ശേഷം കണ്ണൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് തുടക്കുന്നതാക്കി. കണ്ണോടെ കണ്ണു ഈ ഐലൈനർ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നോക്കും. സുഖം കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയത് കൊണ്ട് തന്നെ നമ്മൾ എമർജൻസി വെച്ച് സെറ്റാക്കിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നു. അപ്പം ഇനി എന്തായാലും ഞാൻ എക്കിട്ടിടുന്നു ഗൈസ്. ഇനി എന്തായാലും നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ ഗൈസ് കണ്ണൊരെണ്ണം എഴുതി, ഇനി അടുത്തത് കൂടി എഴുതി കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നല്ല ലോങ് ആവും വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കണ്ണ് എഴുതി ശേഷം കാണാം. ഒരു കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എഴുതിയത്. അപ്പോൾ ഇതിന് മിട്ടാൻ എക്സാമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഇത് ഇവിടെ കണ്ടു വൃത്തികേടാണ്. അപ്പോൾ
അപ്പോൾ തന്നെ ഞാൻ നേരെ ആക്കിയെടുക്കാൻ വിചാരിച്ചു. ഇനി ഉണ്ട് കേട്ടോ ബസ് വരെ കുറേ സമയം. പിന്നെ എനിക്ക് മുടി മാത്രമേ കെട്ടേണ്ടുള്ളൂ. ഇനി ഉണ്ട് ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ വേഗം A4 ഷീറ്റ് കൊണ്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ വിചാരിച്ചു. പിന്നെ കറണ്ടും ഇല്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്നൊക്കെയുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടു. അപ്പോൾ ഞാൻ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണ് പറ്റിയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഗ്ലൂ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്തെടുക്കാൻ ഞാൻ എൻ്റെ ഒരു ഇപ്പോൾ കറണ്ടൊക്കെ വന്നു. ഞാൻ ആകെ ചപ്രകലയായി പോലെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതൊക്കെ സെറ്റാക്കി നമുക്ക് വേഗം പോയി റെഡി ആവണം. അതാണ് ടാസ്ക് പിടിച്ച പരിപാടി. മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റെഡി ആകുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. എന്നാലും വേണ്ടിയില്ല. ഇപ്പോൾ ടൈം 9:08 ആയിരിക്കണു. അതായത് കുഴപ്പമില്ല. നമ്മുടെ ബസ് കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിക്കല്ല, എന്തായാലും സെറ്റാക്കണം നമുക്ക്. അവിടെ ക്ലിയർ കിട്ടണമെന്ന് എനിക്കറിയില്ല. ക്ലിയർ കിട്ടണ പോലെ നോക്കുന്നുണ്ട്. ഞാൻ എന്നതിൽ നന്നായി കറുത്തിട്ട് കാണുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. റിയലായിട്ട് കറുത്തിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ പല്ല് മാത്രം വെളുത്തിട്ട് ബാക്കിയൊക്കെ കറുത്തിട്ട്, ചുണ്ട് വരെ കറുത്തിട്ടാട്ടോ. പിന്നെ കണ്ണെഴുതിയതൊക്കെ കരിങ്കാലിയുടെ അതൊക്കെ കഴുകാം. കുറച്ചുകൂടി ക്ലിയർ കിട്ടും. ഞാൻ ഇവിടെ വയ്ക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് തകരാറുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ മുടിയൊക്കെ കെട്ടി വേഗം കെട്ടിയിട്ടു. അതിനൊന്നും എനിക്കറിയില്ല. ഞാൻ കെട്ടിച്ചിട്ട് ഞാൻ ഒറ്റക്ക് കെട്ടണമെങ്കിൽ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഫോട്ടോ ഇടാക്കാം നമുക്ക്. നല്ല പേടിയുണ്ട്. മുടി ബാക്കിൽ ചിലപ്പോൾ കളയുണ്ടാവും, ഫ്രണ്ടിൽ നേരായെങ്കിലും. അതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേറെ പേടിയൊന്നുമില്ല. പിന്നെ പരീക്ഷയുടെ ചെറുതായിട്ട് പേടിയുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നൊരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ആ മുട്ടായി കൊണ്ടുവച്ചപ്പോൾ എനിക്ക് കണ്ടു ഡയറി മിൽക്ക് കിട്ടി. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ ടിപ്സ് അടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് കൊണ്ടുവച്ച് വരാട്ടോ ഗൈസ്. അതൊക്കെ തിന്നും. ഞാൻ ഏത് ബാഗ് കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ബാഗ് കേട്ടോ ഞാൻ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. ഇന്നലെ വൃത്തിയാക്കിയതാണ്, പക്ഷെ ഇന്നത്തേക്ക് ഞാൻ തന്നെ വൃത്തികേടാക്കി. അവിടെ ഗുളിക സാധനങ്ങൾ ഇത് മാമി ഇന്നലെ വന്നപ്പോൾ ഇവിടെ വെച്ച് പോയതാട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ തുറക്കും. ടിക് ടാക്ക്. പിന്നെ ഡയറി മിൽക്കും മാമ വരുമ്പോൾ കൊടുന്നതാണ് ഗൾഫിൽ നിന്ന് വന്നപ്പം. ഇനി എന്തായാലും സ്കൂൾക്ക് പോകണം. അപ്പോൾ ഇനി അമ്മയ്ക്ക് വന്നാലേ എനിക്ക് പരീക്ഷ പേപ്പർ കിട്ടുള്ളൂ. ഇപ്പോൾ ടൈം 9:24, 9:30 ബസ്സിന് വരും. അപ്പോൾ ഇനി എന്തായാലും സ്കൂളിൽ പോയി വന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എത്താം. അപ്പം ഇനി സ്കൂളിൽ പോയിട്ട് വരും.
വരാം. അപ്പോൾ കഴിച്ച് ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ മുടി കഴിച്ചിട്ട് തട്ട് ബസ് കയറിയപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടോ അങ്ങനെ എന്താ പറയുക അതിന് പോവുമായിരുന്നു. അപ്പം ഞാൻ മസാജ് എടുക്കണം. നിങ്ങൾക്ക് ചൊറിയണ പോലെയും തോന്നേണ്ട, പക്ഷെ ഞാൻ മസാജ് ചെയ്യാനും ഇതാണ് എൻ്റെ മസാജ്. ഉള്ളിൽ മാത്രട്ടോ ഞാൻ പുറത്തൊക്കെ വേറെ രീതിയിലാട്ടോ. നല്ല സുഖമാട്ടോ. എന്തായാലും മുടിയൊക്കെ നന്നായി വളവളാന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തല കഴുകിയത് കൊണ്ട് ഇപ്പം എന്തായാലും നമ്മൾ തല ഒന്നും കഴുകണില്ല. ഞാൻ മുട്ടയൊക്കെ നന്നായി കയറ്റി വെക്കണം. അപ്പം അങ്ങനെ നമ്മൾ കെട്ടിവെച്ചു. നമ്മുടെ വാച്ച് ഊരാം. വാച്ചൂരി, കൈച്ചേനൂരി. 1 മിനിറ്റ്. പിന്നെ അതാ നമ്മുടെ കമ്മൽ ബോക്സിൽ കുറേ കമ്മൽ മോതിരൊക്കെ ഇട്ടതിലുള്ളത്. ഇതിൽ കുറേ കുഞ്ഞി കമ്മൽസ് ഉണ്ട്. പിന്നെ 2 വലുതും ഉണ്ട് കേട്ടോ. കമ്മൽസ് അല്ല, ഇയറിങ്സ്. കുറേ ദിവസമായിട്ട് കമ്മൽ ഊരിയിട്ട് എനിക്ക് പേടിയാവുകയല്ലോ. പിന്നെ അങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ അടുത്ത കാതുണ്ട്. പിന്നെ ഫാൻസിൽ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതുമുണ്ട്, അതിൻ്റെ വേദനയുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇതാ അങ്ങനത്തെ തന്നെ ഒരു സ്റ്റാറിൻ്റെ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ വലുതുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ളത് അങ്ങനത്തെ ഉണ്ട്. ഇതാ ഇങ്ങനത്തെ ഉണ്ട്. അതങ്ങനത്തെ ഉണ്ട്. പിന്നെ കുറേ മോഡൽ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഉണ്ടായില്ല കുറേ ഇതാ ഇങ്ങനത്തെ ഉണ്ട്. ഇങ്ങനത്തെ കുഞ്ഞി സ്റ്റാറിൻ്റെ ഉണ്ട്. പിന്നെ കുറേ ഉണ്ട്. അപ്പം അതെന്തായാലും നമുക്ക് മാറ്റി ഇനി ഫേസ് കഴിക്കണം. 1 മിനിറ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പ്ലീസ് 1 മിനിറ്റ് പ്ലീസ്. ഒരു മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. കരിങ്കാളിയുടെ അതുണ്ട്. കണ്ണ് കഴുകിയിട്ട് വരാട്ടോ. ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ അവിടെ കരിങ്കാളിയൊക്കെ കഴിയുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അടിച്ചത് കളയും. എനിക്കൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, എൻ്റെ തിരിക്ക് നനഞ്ഞ് എന്താ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് എന്തായാലും മാറ്റട്ടെ. ഒരു സാധനത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാണിച്ചാൽ പറ്റാത്ത സാധനം നല്ല ഇട്ടുണ്ട്. ഇനി പിന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇനി ഞാൻ എന്തായാലും കുളിച്ച് വരാം. അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം. എൻ്റെ മുടിയൊക്കെ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കുളി കഴിയുമായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിനി കുളിച്ച് വന്നിട്ട് കാണാം. ഞാൻ
കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അടക്കി പറക്കി താഴത്തേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഞങ്ങളുടെ ജോലി. ഗൈസ് നമ്മുടെ ഡ്രസ് ഞാൻ ചവിട്ടിട്ടില്ല, വെറുതെ കാല് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് കൊണ്ടുവയ്ക്കാം. പിന്നെ ഇവിടെ ഉണ്ടോ നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഓർഗനൈസിങ് ഒന്നുമില്ല. ഇതിൻ്റെ ക്ലീനിങ് വീഡിയോയും ചിലപ്പോൾ ഇതിലുണ്ടാവാൻ ചാൻസ് കൂടുതലും ഉണ്ട്, കുറവുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ തോന്നുന്നത് കുറവ് എന്നാണ് എനിക്ക്, പരീക്ഷ ഉള്ളത് കൊണ്ട്. ഇവിടെ അല്ലേരിടാം കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ സാധനം വെച്ചിരാം. കണ്ടോ ഗൈസ് എത്ര തന്നെ മുട്ടായി. ഇതിലൊരു കലച്ച മുട്ടായി, ഇതിൽ കുറേ മുട്ടായി. പിന്നെ അവിടെ ഇവിടെയും കുറേ മുട്ടായി ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിലാക്കി വെച്ചിരിക്കണം. കണ്ടോ ഗൈസ് നമ്മൾ രാവിലെ തിന്നത്. പിന്നെ അതാ കിൻഡർ ജോയുടെ പുതിയൊരു സാധനം, ഇതൊക്കെ ഗൾഫിൽ കേട്ടോ. പിന്നെ അതാ മാർസ്, കിറ്റ്കാറ്റ്, പിന്നെ അവിടെ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഒക്കെ വേറെ. പിന്നെ ഗൈസ് ഇനി നമുക്ക് ചായ കുടിക്കണം. അതാണിനി മെയിൻ കാര്യം. ഓനെ ചായ കുടിക്കാൻ പറ്റും. അയ്യോ ചായ കുടിക്കട്ടെ കേട്ടോ. എന്തൊരു പൊതിയിരിക്കുന്നു ഗൈസ്, ഞാൻ നോക്കട്ടെ. മാമിനെ ചോദിക്കാം. മാമിയെ ഒരു ഉഴുന്നുവട ഞാൻ എടുക്കട്ടെ? പറഞ്ഞു ഒരു ഉഴുന്നുവട, ലേശം പുട്ട്. ആരൊക്കെയാണ് ഇങ്ങനെ വാരിക്കോ എക്സ്പ്രസ് ഇട്ട് തിന്നാൻ ആൾക്കാർ? ഞാൻ കഴിഞ്ഞു. എല്ലാവരും കഴിവൊന്നും കിട്ടുന്നത് ഇതിലിപ്പം മൊത്തം ഓയിലായി. അപ്പം അതിൻ്റെ ഒരു കളറുണ്ട്. അയ്യോ പിന്നെ അത് ചെറിയ കഷ്ണം പൊട്ടെടുത്തിട്ടുണ്ട്. ചെറുത് എൻ്റെ ആ പ്ലേറ്റിൻ്റെ സൈഡിലാണ് ഞാൻ വട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി നന്നായിട്ട് ഇളക്കാം. കുറച്ചുകൂടെ രാവിലത്തെ അതേ കറി തന്നെ ഒരു വ്യത്യാസമില്ല. കാണിച്ചിട്ടുണ്ടല്ലോ ലേലോ. പിന്നെ നമുക്ക് എന്തായാലും മെഷർ അങ്ങോട്ട് പോവാം. കുറച്ചുണ്ട് എടുത്തൊക്കെ നാളൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ വേപ്പിലൊക്കെ കളഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈവനിങ് കഴിക്കാൻ പോകണം. ഞാൻ ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വന്ന് കഴിക്കാറ്, അല്ലാണ്ട് സ്നാക്സ് അങ്ങനെ കൊണ്ട് കഴിക്കാറില്ല. എനിക്ക് ഇതുണ്ടെങ്കിൽ ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു ലോലിപോപ്പ് എടുത്ത് തിന്നു. അത് തിന്നാണ്ടിരിക്കട്ടോ. ഇനി നമുക്ക്
നമുക്ക് കളിക്കാൻ ഞങ്ങളെ ടീച്ചറും കിട്ടും കളിക്കുന്നുണ്ട്. അത് അയക്കും എൻ്റെ സാധനങ്ങളൊക്കെ ആക്കണം. ഒരു ബാഗ് എടുക്കണം. ഞാൻ ഉണ്ടാക്കിയ ബാഗ് എടുത്തു. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ബാഗിൽ. കത്രിക, ഈ ഒരു പൗച്ചിലാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വിചാരിക്കണേ. ഇതിന് സിബില്ല കേട്ടോ, അതാണ് കുറച്ച് കുഴപ്പമുള്ള കാര്യം. സിബില്ല. ഇതിൻ്റെ അടുത്തല്ല അതിൻ്റെ തോന്നുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര പേടി. വളരെ കുറച്ച് വലുതാണ്, അങ്ങനെയാണ് ഉണ്ടാവും. വലുതായത് കൊണ്ട് അത് വലുതാണെന്ന് അറിയത്തല്ലോ. ഇങ്ങനെ ബോ പോലെ ഞാൻ അങ്ങനെ കിട്ടിയേക്കാണ് കേട്ടോ. കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ചെറുപ്പം. പിന്നെ എന്തായാലും ഞാൻ കളിച്ച് വന്നിട്ട് കാണാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എന്തായാലും ഡേ മൈ ലൈഫ് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്കുണ്ട ബാഗിൽ വാട്ട്സ് ഇൻ മൈ ബാഗ്, അതിന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പരീക്ഷയ്ക്കുണ്ടായ ബാഗ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കുട്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ബോക്സ് ഉണ്ട്, ഇതിൽ പേന പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പേപ്പർ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കണ്ട് കുഞ്ഞ് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ജോമെട്രിക്കൽ ബോക്സ്. പിന്നെ ഹിന്ദിയുടെ പരീക്ഷ പേപ്പർ ഉണ്ട്, മിഡ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേപ്പർ ഉണ്ട്. പിന്നെ കുറേ കീറിയ പേപ്പറുണ്ട്. പിന്നെ ഒരു വലിയ ഇറേസറും ഒരു ഷാർപ്നറും ഉണ്ട്. പിന്നെ ഒരു പെൻസിലുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കള്ളി. ഫയൽ പോലത്തൊരു ചട്ടയൊക്കെ ഞാൻ കൊണ്ടുവന്നു, അതുകൊണ്ട്. പിന്നെ ഹിന്ദിയുടെയും റഫിൻ്റെയും 2 നോട്ട്സ്. പിന്നെ പരീക്ഷ പേപ്പേഴ്സ് കാണിച്ചു തന്നിട്ട് പരീക്ഷ പേപ്പേഴ്സ് വരട്ടെന്ന് വരട്ടത് ഇതാത്തതൊന്ന് മാത്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെന്ന്, പിന്നെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഇത്രയേ ഉള്ളൂ ഈ ഒരു കള്ളിയിലും. ഇതിൽ ഒരു കിറ്റ് കാറ്റിൻ്റെ കവർ ഉണ്ട് കേട്ടോ. ഇത് പടുത്ത് തന്നതാണ്, അതുകൊണ്ടാട്ടൊന്ന് ഇരിക്കണം. കിറ്റ് കാറ്റിൻ്റെ കവർ. പിന്നെ ഇന്ന് കുറേ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു പോയി, ക്ഷമിക്കണം. പഠിത്തം കാരണം
ഇനി ഗൈസ് ഈ ഒരു ഡെസ്ക് ഏതെൻ്റെ താത്താടെ ഡെസ്ക് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കണം. അപ്പം അത് ഞാൻ പിന്നെ ഗൈസ് ഇതൊക്കെ താത്ത സൂക്ഷിച്ചേക്കുന്ന സ്ലൈഡാണ് കേട്ടോ. 1 2 3 4 5 6 7 ഇനിയുണ്ട് കേട്ടോ. പിന്നെ അത് താത്താക്ക് വന്നാണ്. പിന്നെ കുറേ പേപ്പറുണ്ട്, പരീക്ഷ പേപ്പർ. അതൊക്കെ ഞാനൊരു ഇതിലാക്കി വെക്കണുണ്ട്. തല മാത്രം അതുകൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം കാണുള്ളൂ, അല്ല ഈ ഒരു പോർഷൻ മാത്രം കാണുള്ളൂ. പിന്നെ ഞാൻ കണ്ട ഒരു ഗാന്ധിജിയുടെ ഇതൊക്കെ ആയിട്ട് സെറ്റാക്കിയ ഒരു സാധനം കേട്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 1889 നവംബർ 14 അലഹബാദിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജവഹർലാൽ നെഹ്റു ജനിച്ചു. അതൊന്നുണ്ട്, അതും ഞാനൊരു ഇതിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു അന്നപ്പൻ വീരപ്പൻ, പിന്നെ വേണ്ട ഒരു ഓണത്തിൻ്റെയും പിന്നെ ആനകളും ഒരു കുട്ടി ഒരു കിളിയൊക്കെ ആയിട്ടുള്ളതും ഇതിങ്ങനെ വെട്ടി വെപ്പിച്ചിട്ടും അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാണാമല്ലോ ഇതൊന്നുണ്ട്. പിന്നെ കുറച്ച് ബോക്സുകൾ ഉണ്ട്, ഇത്രയും കേട്ടോ. അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പത്രം, ന്യൂസ് പേപ്പർ, എന്താ പറയുക പരീക്ഷ പേപ്പർ. പിന്നെ നമ്മുടെ ഫയലുണ്ട്, ഫയലിൻ്റെ ഉള്ളിലാണ് പിന്നെ ഇതൊക്കെ വെക്കുന്നത്. അങ്ങനത്തെ പേപ്പേഴ്സ് മൊത്തം ഞാനൊരു ഇതിലാക്കി വെച്ചിട്ടാണ്. പിന്നെ ഷാർപ്നർ, പിന്നെ പെന്ന്, ലീക്ക് അടിച്ചു കേട്ടോ. ലീക്ക് അടിച്ചു. ഞാൻ ആ ഫ്ലവർ നശിപ്പിച്ചതാണ്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് പേന ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഇതിന് കളയാനൊക്കെ തോന്നുന്നില്ല, അത് ലീക്ക് അടിച്ച് പോയി. അതിന് വേണ്ടിയില്ല, അവിടെ ഇരിക്കട്ടെ. എന്താണോ ഒന്നും കളയാനൊരു ത്വര വരില്ല. ഫയൽസ്, പിന്നെ ഒരു ട്യൂലിപ്പ് ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചു തരാം. ട്യൂലിപ്പ് അടി കുത്തിച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഫയൽ ഞാൻ ഈ ഒരു സൈഡ് നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല, ഞാൻ കാണിക്കേണ്ട വിചാരിച്ചു. വെറുതെ ബോറടിച്ച് ചാവും. എന്നാലും വെറുതെ ഇന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുണ്ടാവും, എൻ്റെ ചീഞ്ഞ മോന്ത കാണുമ്പോൾ. പിന്നെ ഒരു സ്ക്രീ സ്ലൈഡ് ഉണ്ട്, അതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഗൈസ് ഒരു ബ്രൗൺ കളർ പേപ്പർ ഉണ്ട്, അതുകൊണ്ട് ജേർണൽ ചെയ്യാം. പിന്നെ ഗൈസ് ഞാനൊരു ബുക്ക് ഉണ്ടാക്കി കേട്ടോ, ബൈൻഡിങ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കണ്ടോ. ഞാൻ ഉണ്ടാക്കിയത് തന്നെ അതിൻ്റെ ഒരു തകരാറൊക്കെ ഉണ്ടാവും.
ഞാൻ ബൈൻഡിങ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇയർ പെയിൻറ്റിങ് വരുന്നുണ്ട്. പിന്നെ 3 കൊടകളുണ്ട്. ഈ 3 കൊടകൾ ഞാൻ വെച്ചു. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കൽ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തത് പഠിക്കാനുണ്ടാണ്. ഫസ്റ്റ് എന്നാലോ സയൻസ് കാണാനുള്ളത്. സയൻസ് ബുക്കാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എനിക്ക് ഞാൻ സയൻസ് ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബാർബിയുടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് വേറെ നെറ്റിലിപ്പൊന്നും കിട്ടിയില്ല. ഞങ്ങൾ എപ്പോഴും വാങ്ങാറുള്ളതാണ്. ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തുള്ള കടയിലും ബാർബിയുടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാർബിയുടെ വാങ്ങി. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിക്കേണ്ട ടൈം ആയിക്കോട്ടെ ഗൈസ്. ഞാൻ മൈലാഞ്ചൊക്കെ ഇടലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്ലേറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ചോറെടുക്കാം. കേട്ടോ. അപ്പോൾ ലേശക്കൂടി കൂടുതൽ ചോറ് കഴിക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെ കുറച്ചാണെങ്കിലും എൻ്റെ മുന്നിലത് വളരെ കൂടുതലാണ്. ഇത്രയും ചോറെടുത്തു. പിന്നെ അതാ അച്ചാർ, നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു, അതെടുക്കാം. കുറച്ച് അച്ചാർ ഇട്ടാൽ മതി, വെറുതെ വേസ്റ്റ് ആക്കണ്ട. അച്ചാർ കൂട്ടണം. അപ്പോൾ അതാ നമ്മൾ ചോറും അച്ചാറും വിളമ്പി. ഇനി ഉണ്ടോ നമ്മുടെ ഉപ്പേരി. യെസ് ലേശം ഉപ്പേരിയുള്ളൂ. കുറച്ച് ഉപ്പേരി എടുത്തു. അയില വറുത്തത്, മീൻകറി, അയിലക്കറി ഒഴിച്ചു. മതി. മുളകായതാ? മുളക് ആയിട്ടില്ല. മുളകത്ത് ആയിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം TV ഒക്കെ കണ്ടു. ഇപ്പോൾ കിടക്കാനായി. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10:46 കുറച്ച് ലേറ്റായിട്ട് കിടക്കാൻ. എന്നും 10 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കിടക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ കേട്ടോ.